അവയവ കച്ചവടത്തിന്റെ കാണാപ്പുറങ്ങൾ തേടി 24 വാർത്താ സംഘം. അവയവ കച്ചവടത്തിന്റെ കാണാപ്പുറങ്ങൾ തേടി 24 വാർത്താ സംഘത്തിന്റെ അന്വേഷണം. കരൾ നൽകിയ 10 ലക്ഷം രൂപ ലഭിക്കുമെന്ന് 24നോട് ഇടനിലക്കാരന്റെ വെളിപ്പെടുത്തൽ. കരൾ ദാനം ചെയ്താൽ 3 മാസത്തെ വിശ്രമം മതിയെന്നും ഏത് ആശുപത്രിയിലും ശസ്ത്രക്രിയ നടത്താമെന്നും ഇടനിലക്കാരൻ. 24 ബിഗ് എക്സ്ക്ലൂസീവ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി റിസ്ക് ആണ്. കാരണം പിന്നീടുള്ള ലൈഫുകൾക്ക് മുഴുവൻ അവര് ആ ഒരു കിഡ്നി വെച്ചിട്ട് വേണം സപ്പോർട്ട് ചെയ്ത് പോകാൻ. അതിനേക്കാൾ നല്ലത്, ഏറ്റവും നല്ലത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഈസി ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഈ പറഞ്ഞ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. വൃക്ക നൽകുന്നത് റിസ്ക് ആണ്. അതിനേക്കാൾ എളുപ്പമാണ് കരൾ ദാനം. കരൾ ഒന്നിന് 10 ലക്ഷം രൂപ വരെ ലഭിക്കുമെന്നാണ് ഇടനിലക്കാരന്റെ വെളിപ്പെടുത്തൽ. ഇനി പണിയെടുത്തൊരു 10 കൊല്ലം പണിയെടുത്താൽ പോലും ഈ 10 ലക്ഷം ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് ഹോപ്പില്ല. ഇല്ല, ഇപ്പൊ എന്തെങ്കിലും ഇതേമാതിരി ഹെൽപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബാഗ്, നമ്മുടെ ഒരു ഇതായല്ലോ, ബേസ് ആയല്ലോ കുറച്ചെങ്കിലും. നിയമപരമായി ലഭിക്കേണ്ട രേഖകളെല്ലാം ശരിയാക്കാം. ഏത് ആശുപത്രിയിൽ വേണമെങ്കിലും ശസ്ത്രക്രിയ നടത്താം. കരൾമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ വെറും 3 മാസത്തെ വിശ്രമം മാത്രം മതിയെന്നാണ് ഇടനിലക്കാരൻ പറയുന്നത്. ആകെ ഒരു കുറേ ദിവസം പറയാനായിട്ട് 3 മാസം ആകെ റെസ്റ്റ് വേണ്ടത്. അവയവ കച്ചവടത്തിന്റെ വാർത്തകൾ തകൃതിയായി വരുന്ന സമയത്തു തന്നെയാണ് ഒരു മറയും കൂടാതെ വിലപേശി കച്ചവടം ഉറപ്പിക്കാനുള്ള ഇടനിലക്കാരന്റെ നീക്കം. അവയവദാനം മഹാദാനം, മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക. അത് നടക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. നടന്നേ മതിയാകൂ. പക്ഷേ അതിനെ കച്ചവടവൽക്കരിക്കാൻ അനുവദിച്ചുകൂടാ. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.